केरलम का तो एक फायदा होने वाला है, लेकिन मेरा बड़ा निजी नुकसान होने वाला है। आपको लगता होगा ऐसी क्या बात है, केरलम को फायदा होगा और मोदी का नुकसान होगा? जी, मेरा व्यक्तिगत नुकसान होने वाला है। आपको मन में होता होगा क्या है, मैं बताऊं आपको? ऐसा है, ये जो अनूप लड़ रहा है ना चुनाव आपके यहां, ये पिछले 5 साल से मेरे साथ काम करता है और देश भर में घूम करके चीजें खोज करके लाता है। यानी एक प्रकार से मेरा डेडिकेटेड साथी रहा है। एक प्रकार से ऐसे कामों के लिए वो मेरा बायां हाथ बन गया है। और कभी भी शायद यहां भी लोगों को पता नहीं होगा कि अनूप मेरे साथ इतने सालों से है, कभी बोलता नहीं है। और मैंने इसकी शक्तियों को जाना है। चुपचाप काम करना, अपने काम के लिए दिन रात जुटे रहना। मैंने ऐसा नौजवान मुझे मिला, मेरा बहुत काम हो गया। लेकिन मैंने देखा कि जब केरलम को इस नौजवान की सेवाओं को फायदा होगा तो मैंने कहा मेरा भले ही नुकसान हो जाए, लेकिन मैं आज अनूप को आपको सुपुर्द करने के लिए आया हूं। ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് വലിയ പ്രയോജനമുണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ എനിക്ക് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിന് പ്രയോജനം കിട്ടാൻ പോകുമ്പോൾ മോദിജിക്ക് എന്താണ് പ്രയാസമെന്ന്. നിങ്ങൾക്ക് അതിൽ അമ്പരപ്പുണ്ടാകേണ്ട കാര്യമില്ല, ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഈ അനൂപ് കഴിഞ്ഞ 5 വർഷമായി എനിക്കൊപ്പം ജോലി ചെയ്യുന്നയാളാണ്. രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എനിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സമർപ്പിതനായിട്ടുള്ള ഒരു യുവാവാണ് അനൂപ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്റെ വലം കൈയായി അദ്ദേഹം കുറെ കാലമായി പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ആർക്കും ഇവിടെ അറിയില്ല, ആരോടും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി എനിക്കറിയാം. നിശബ്ദമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹം. ഇന്ന് ആ യുവാവിന്റെ സേവനം കേരളത്തിന് കിട്ടാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഈ തിരുവല്ലയ്ക്ക് സംഭാവന ചെയ്യുകയാണ്. നമസ്കാരം, ഞാൻ അനൂപ് ആന്റണി, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തിരുവല്ലയിലെ NDAയുടെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഞാൻ ഒരു 15-16 വർഷക്കാലത്തോളമായി ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു സജീവ സക്രിയ പ്രവർത്തകനാണ്. അതിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടം മുതൽ തന്നെ ഒരു ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഐഡിയോളജിയോട് അടുപ്പം തോന്നുകയും അതുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു ആഗ്രഹം തോന്നി അതിലേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതേപോലെയുള്ള നേതൃത്വ പാഠമുള്ള കുട്ടികൾ നമ്മുടെ മുൻനിരയിലേക്ക് വരണമെന്നാണ് ആഗ്രഹം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുള്ള ആളല്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ വികസനവും ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മകനാണ് അനൂപ് എന്ന് പറയുന്നത്. തിരുവല്ലയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് കുറേ നാളുകൾ പ്രവർത്തിക്കാൻ സാധിച്ചു. ഡൽഹി യൂണിവേഴ്സിറ്റി, JNUവിലൊക്കെ സംഘടനാ പ്രവർത്തനം ചെയ്യാൻ സാധിച്ചു. പിന്നീട് വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനിൽ ശ്രീ അജിത് ദോവാൽ എന്നതിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു നല്ല റിസർച്ചർ എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നീട് പാർട്ടിയുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, പാർട്ടിയുടെ മറ്റ് സെല്ലുകൾ, ഇതിലെല്ലാം പ്രവർത്തിച്ചു പരിചയമുണ്ട്. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം യുവമോർച്ചയിൽ അഖിലേന്ത്യാ സെക്രട്ടറിയായി കുറേ വർഷക്കാലം പ്രവർത്തിച്ചു. പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. തിരുവല്ല മണ്ഡലത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ, ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം ജനങ്ങളെ സേവിക്കാനുള്ള എല്ലാ അവസരവും ഞാൻ തിരുവല്ലയിൽ കുറേ വർഷങ്ങളായി ചെയ്തു വരികയാണ്. അതുകൊണ്ട് തിരുവല്ലക്കാർക്ക് ഞാൻ സുപരിചിതനാണ്. തിരുവല്ലയിലെ ഓരോ വീടുകളുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും നാളും ഞാൻ തിരുവല്ലയിലെ ജനങ്ങളുമായി ഉണ്ടാക്കിയെടുത്ത ബന്ധം, അല്ലെങ്കിൽ തിരുവല്ലയിൽ ഉണ്ടാക്കാൻ ഞാൻ മുമ്പോട്ട് വെക്കുന്ന മാറ്റത്തിൻ്റെ ആശയങ്ങൾ, തിരുവല്ലയിലൊരു മാറ്റം കൊണ്ടുവന്ന് തിരുവല്ലയിലൊരു സമഗ്ര വികസനം കൊണ്ടുവരണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്.
ഒരു അവസരം ലഭിച്ചാൽ മാത്രമല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തിരുവല്ലയിലെ ജനങ്ങളുടെ സമക്ഷത്ത് ഞാൻ നിൽക്കുകയാണ്.